ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടല്ല. ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന നൈറ്റി ഫ്രോക്സ്, ബ്ലൗസ്, ചുരിദാർ എങ്ങനെയാണ് കസ്റ്റമറിലേക്ക് എത്തുന്നത് നിങ്ങളെ കാണിക്കാനായിട്ടാണ്. നമുക്ക് വീട്ടിലിരുന്നാണ് ഞാൻ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നത്. കടയൊന്നുമില്ല, നമ്മൾ വീട്ടിൽ തന്നെയാണ് മെറ്റീരിയൽ എടുത്ത് ഞാൻ ഈ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇതൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ നാട് മുനമ്പാണ്. മുനമ്പം കടപ്പുറം കടലേരിയയാണ് എൻ്റെ സ്ഥലം. എനിക്ക് എൻ്റെ നല്ലവരായ എൻ്റെ നാട്ടുകാരാണ് സപ്പോർട്ടായിട്ടുള്ളത്. അവിടുന്ന് ഞാൻ മെറ്റീരിയലൊക്കെ കൊണ്ടുപോയി ആൾക്കാരെ കാണിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടതിന് നമ്മൾ തയ്ച്ചൊക്കെ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും എനിക്ക് പറ്റുന്ന ഇട ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ ഈ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തൊക്കെ ആയിട്ട് പോണത്. നമുക്ക് ഒത്തിരി നമ്മുടെ നാട്ടുകാരായ ചേച്ചിമാർ അവരുടെ ബ്ലൗസ്, ചുരിദാർ, അങ്ങനെ കൊച്ചുങ്ങൾക്കുള്ള ഡ്രസ്സുകൾ, ഫ്രോക്സ് എല്ലാം എൻ്റെ കയ്യിൽ തന്നു വിടും. അപ്പോൾ ഞാനിന്ന് തയ്ച്ച കുറച്ച് സാധനങ്ങളായിട്ടാണ് പോണേ. അത്യാവശ്യം വേണ്ടത് കഴിഞ്ഞ ഞായറാഴ്ച പോയതാണ്. അപ്പോൾ ഒരത്യാവശ്യം വന്നപ്പോൾ ഞാനപ്പോൾ അതും കൊണ്ട് പോണേണ്. അപ്പോൾ എൻ്റെ കൂടെ മൂത്ത മോളാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണേ കേട്ടോ. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ പോരി. ഇതെൻ്റെ മൂത്ത മോളാണ് നേഹ. ഞങ്ങളപ്പോൾ ഇന്ന് പ്രിയദർശിനിക്കാണ് പോണത്. ഞങ്ങൾക്ക് പറൂര് വരെയും പ്രിയദർശിനി കിട്ടി. ഇതാണ് ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ഒരു എൻട്രൻസ്. കാരണം ഞങ്ങൾക്ക് കടത്ത് കടന്നിട്ട് വേണം ഞങ്ങളുടെ കടപ്പുറത്തേക്ക് എത്താനായിട്ട്. ഞങ്ങൾക്കിപ്പോൾ അവിടെ ഒരു പാലം പണിയുന്നുണ്ട്. അത് പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കടപ്പുറം നിവാസികൾക്കൊക്കെ കോൺവെൻറ്റിലേക്ക് വന്ന് ചേരാം. നമുക്കിതുപോലെ ഒരു വഞ്ചിയിൽ കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് എത്താനായിട്ട്. ഇത് ഒത്തിരി നൊസ്റ്റാൾജിയുള്ളൊരു സ്ഥലമാണ്. കാരണം ഞാനും എൻ്റെ അനിയത്തിമാരും എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്ന ഞങ്ങളുടെ കടുത്താണിത്. ഇതുപോലെ വഞ്ചിക്കാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിരുന്നത് മഴയത്ത്. ഇന്നത്തെ പോലെ റെഡ് അലർട്ടില്ല, ഓറഞ്ച് അലർട്ടില്ല, യെല്ലോ അലർട്ടും ഇല്ല. നമ്മൾ മഴയാണെങ്കിലും മഴയെ നനഞ്ഞ് ഇതുപോലെ വഞ്ചിക്ക് കുത്തിയൊലിക്കുന്ന ഈ പുഴയിൽ കൂടി തന്നെയാണ് നമ്മളൊക്കെ പോയി പഠിച്ചിരുന്നത്. ഇപ്പോൾ കഴുക്കോലും കൊണ്ട് കുത്തണ്ട. ഇപ്പം നമുക്ക് ഡെവലപ്മെൻറ്റ് വന്നതുകൊണ്ട് ഇപ്പോൾ അതുപോലെ എൻജിൻ വെച്ചൊക്കെയാണ് വഞ്ചി ഇപ്പോൾ ഓടിക്കണത്. ഇപ്പോൾ ആ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് വഞ്ചി പോണേന്ന്. കുറച്ച് മാത്രമേ ഇങ്ങനെ ആ കോലും കൊണ്ട് ഇങ്ങനെ കുത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എൻജിൻ ഓണാക്കി അത് പൊയ്ക്കോളും. വേണ്ട, ആ ചേട്ടൻ ഇങ്ങനെ എൻജിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുഴയേണ്ടി വരില്ല. ഞാനും എൻ്റെ അനിയത്തിമാരൊക്കെ ഇതിലെയാണ് പോയിരുന്നത്. പിന്നെ ഈ വഞ്ചിയിൽ പോണതിൽ നമുക്ക് പെട്ടെന്ന് വന്നൊരു മെമ്മറി, എൻ്റെ അനിയത്തി പുഴയിൽ വീണിട്ടുണ്ട്. ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞ് വന്ന സമയത്ത് ഇതുപോലെ ഞങ്ങൾ സൈഡിലത്തെല്ലാം തിരുന്നതാണ്. പുള്ളിക്കാരത്തിയുടെ ബാഗിൻ്റെ കനവും കൊണ്ട് അവൾ മറിഞ്ഞു പോയി താഴേക്ക്. ഞങ്ങൾ വിചാരിച്ച് തേങ്ങ വീണാണെന്ന്. തേങ്ങയല്ലായിരുന്നു, അനിയത്തിയാണ് വീണത്. അവൾ പൊങ്ങി വന്നതും വീണെന്ന് ഒരു ചേട്ടൻ കണ്ടിരുന്നു. അങ്ങനെ പുള്ളിയാണ് അവളെ രക്ഷിച്ചത്. നമുക്ക് ഈ വെള്ളമൊക്കെ കാണുമ്പോൾ ആ ഒരു പേടിയും കൂടിയുണ്ട്. പിന്നെ ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് ഈ പുഴയാണ് പെരിയാറ്. ഇതിൻ്റെ നടുക്കാണ് ഞങ്ങൾ കിടക്കണത്. ഇത് കെട്ടാണ് കേട്ടോ. ഇതിൽ മീനെയൊക്കെ വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പാലത്തിൻ്റെ പണി പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം ഇത് തീരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ ഒരു പരിധി വരെയും അവരുടെ യാത്രാക്ലേശത്തിന് ഒരു പരിഹാരമാകും. ആ കാണുന്നത് എൻ്റെ അപ്പച്ചൻ്റെ വഞ്ചിയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടുകാരെയൊക്കെ കാണിക്കാം. ഇപ്പോൾ വഞ്ചി അടുക്കണേണ്. ഇപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ വഞ്ചിക്കൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും പേടിയാണ്. പുള്ളിക്കാരത്തി ഇപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് നമ്മുടെ ആ ഏരിയയൊക്കെ കാണാനായിട്ട്. കെട്ടും അതുപോലെ തന്നെ അപ്പച്ചൻ്റെ വഞ്ചി എല്ലാം ഉണ്ട്. അമ്മയാണ് നിൽക്കണത്. അവരെയൊക്കെ ഞാൻ കാണിക്കാട്ടെ ഒരു ദിവസം. ഇപ്പോൾ ആകെ മഴയൊക്കെ പെയ്ത് ഇവരൊക്കെ ചെളിയായി കിടക്കണേന്ന്. അമ്മ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കണേന്ന്. ഞങ്ങളുടെ കിഴക്കേ സൈഡാണ് ഈ പുഴ.
ഇത് പാലത്തിലേക്ക് കയറണ ഒരു എൻട്രൻസ് ആണിത്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഈ വഴി നേരെ പോകുമ്പോഴാണ് പടിഞ്ഞാറ് അറബിക്കടൽ. ഇപ്പം ഈ ദിവസങ്ങളിലായിട്ട് കടലൊന്ന് കുറഞ്ഞ് നിൽക്കണേണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ കടപ്പുറത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നും ഞങ്ങളുടെ ഈ നാട്ടുകാർ, ഈ റോഡ് സൈഡിൽ താമസിക്കുന്ന വീട്ടുകാർ അനുഭവിച്ച ആ ഒരു ദുരിതം. കാരണം എല്ലാവരും ചോദിക്കും, നിങ്ങളെന്താ കടലിൻ്റെ അടുത്ത് കൊണ്ടുപോയി വീട് വെക്കണേന്ന്. ഒരിക്കലും കടലിൻ്റെ അടുത്ത് കൊണ്ടുപോയി വീട് വെച്ചാക്കണതല്ല. ഇത് കടൽ കയറി വരുന്നതാണ്. അത് അറിയുന്നവർക്കേ മനസ്സിലാകുള്ളൂ. നമ്മൾ ഇതിക്ക് മുമ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ ഞങ്ങൾ ഒരു വീട്ടിൽ കയറിയൊക്കെ കൊടുത്ത് ഇനി അടുത്തടുത്തേക്ക് തയ്ച്ചത് കൊടുക്കാൻ പോണേട്ടാ. അതെൻ്റെ അനിയത്തിയാണ്. കണ്ട, ഇതുപോലെയാണ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥ. ഞങ്ങളുടെ റോഡാണ് കാണുന്നത്, ടാറിട്ട റോഡാണ്. കടലിൽ നിന്ന് വെള്ളം അടിച്ച് മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടാക്കുകയാണ് റോട്ടിലൊക്കെ. നമ്മൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് എല്ലാ വേസ്റ്റും തിരിച്ച് കടലമ്മ തിരിച്ചു കൊണ്ട് തന്നെ ഉണ്ട്. ഈ റോഡ് സൈഡിൽ തന്നെയാണ് എൻ്റെ അപ്പച്ചൻ്റെ വീട്. കണ്ടോ, എല്ലാവരുടെ വീടിൻ്റെ വാതിക്കലേക്കാണ് വെള്ളം വന്ന് ചേരണത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എല്ലാ മഴക്കാലത്തും അവരനുഭവിക്കുന്നൊരു ദുരിതമാണ് ഈ കാണുന്നത്. ഞങ്ങളപ്പോൾ തയ്ച്ചതെല്ലാനും കൊടുത്ത് എനിക്ക് അടുത്തത് തയ്ക്കാൻ കിട്ടിയതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണേണ്. അപ്പോൾ എൻ്റെ ഈ വ്ലോഗ് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചെറിയൊരു വീഡിയോ ആണ് ഇന്ന്.